ചേരുന്നുണ്ട്. കോഴിക്കോട് NIT-യിൽ മലയാളി വിദ്യാർത്ഥികളെ മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള 10 വിദ്യാർത്ഥികൾക്കെതിരെയാണ് കുന്നമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ NIT-യിലെ സയൻസ് ആൻഡ് സ്പിരിച്വൽ ക്ലബ്ബ് നടത്തിയ പരിപാടിക്കെതിരെ പ്രതിഷേധിച്ചതിനാണ് മലയാളി വിദ്യാർത്ഥികളെ മർദ്ദിച്ചതും. സാനിയോ മനോമി ചേരുന്ന വിവരങ്ങളുമായി. സാനിയോ, NIT ക്യാമ്പസിൽ ആ സമയത്ത് ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 10 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. NIT ക്യാമ്പസ് അടച്ചിട്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പോലീസ് അന്വേഷണം എങ്ങനെയാണ്? എന്താണ് വിവരങ്ങൾ? വിനിത, ഉത്തരേന്ത്യയിൽ നിന്നുള്ള 10 വിദ്യാർത്ഥികൾക്കെതിരെയാണ് കുന്നമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ അനുമതി തേടിക്കൊണ്ട് കുന്നമംഗലം പോലീസ് NIT ഡയറക്ടർക്ക് കത്ത് നൽകിയിട്ടുമുണ്ട്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ അന്ന് സയൻസ് ആൻഡ് സ്പിരിച്വൽ ക്ലബ്ബ് നടത്തിയ ഒരു പരിപാടിയിൽ ഇന്ത്യയുടെ ഭൂപടം കാവ്യ നിറത്തിലാക്കിക്കൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്നുള്ള കുറച്ച് വിദ്യാർത്ഥികളുടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ആ പരിപാടിക്കെതിരെ പിന്നീട് മലയാളി വിദ്യാർത്ഥിയായ വൈശാഖ് പ്രേംകുമാർ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഒരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്യാമ്പസിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ശേഷം ഈ വൈശാഖിനെയും കൈലാഷ് എന്ന് പറയുന്ന മറ്റൊരു മലയാളി വിദ്യാർത്ഥിയെയും ഉത്തരേന്ത്യയിലുള്ള വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ കൈലാഷ് മാത്രമാണ് പോലീസിൽ പരാതി കൊടുക്കാൻ മുതിർന്നത്. പിന്നീട് പക്ഷേ പോലീസ് പരാതി കൊടുത്തിട്ടും ആദ്യമൊന്നും കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് NIT-യിലെ പല സംഭവ വികാസങ്ങൾക്ക് ശേഷം ഇന്നലെ വൈകിട്ടാണ് കേസെടുക്കാൻ തയ്യാറാവുന്നത്. 10 വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ വൈശാഖ് പ്രേംകുമാർ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 1 വർഷത്തേക്കായിരുന്നു സസ്പെൻഡ് ചെയ്തത്. പിന്നീട് വലിയ വിദ്യാർത്ഥി പ്രതിഷേധം അടക്കം അവിടെ നടന്നതിന്റെ ഭാഗമായി സസ്പെൻഷൻ മരവിപ്പിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ 10 വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്യുന്നതിനായി നിർദ്ദേശം നൽകാൻ വേണ്ടി NIT ഡയറക്ടർക്ക് കുന്നമംഗലം പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്.